Audio Jungle. Audio Jungle. ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 8 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാനിപ്പോൾ റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 5 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു ഫലം ഏതാണ് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം ദൂതായി പഴം. ഉൽപ്പത്തി 30 അധ്യായം അതിന്റെ 14, 15, 16 വാക്യങ്ങളിലായിരുന്നു അതിന്റെ ഉത്തരം ഉണ്ടായിരുന്നത്. ഉൽപ്പത്തി 30 അധ്യായം അതിന്റെ 14, 15, 16 വാക്യങ്ങളിൽ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പേര് രണ്ടാണെങ്കിൽ അർത്ഥം ഒന്നാണ്, ഏതിന് പേരെന്തെല്ലാം അർത്ഥം എന്ത് എന്നുള്ളതായിരുന്നു. ഏതിന് എന്നുള്ളതിന്റെ ഉത്തരം യാക്കോബും സഹോദരന്മാരും കല്ലെടുത്തുണ്ടാക്കിയ കൂമ്പാരത്തിന് പേര് യഗർ സഹദൂത ഗലേദ് എന്നുള്ളതാണ്. അർത്ഥം സാക്ഷ്യത്തിന്റെ കൂമ്പാരം. ഓക്കെ, ഒന്നുകൂടെ വേണമെങ്കിൽ ആൻസർ പറയാം. ഏതിന് എന്നുള്ളത് യാക്കോബും സഹോദരന്മാരും കല്ലെടുത്തുണ്ടാക്കിയ കൂമ്പാരത്തിന് പേര് യഗർ സഹദൂത ഗലേദ്. അർത്ഥം സാക്ഷ്യത്തിന്റെ കൂമ്പാരം. ഉൽപ്പത്തി 31 അധ്യായം 46, 47 വാക്യങ്ങളിലാണ് ഉത്തരമുള്ളത്. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, സമുദ്രത്തിൽ ഉണ്ടായത് എന്ത് എന്നുള്ളതാണ്. അതിന്റെ ഉത്തരം വലിയ ഓളം. മത്തായി 8 അധ്യായം 24 വാക്യത്തിലാണ് ഉത്തരമുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അതിഭയങ്കരന്മാർ എന്നർത്ഥം വരുന്ന ഒരു പദം. ഓക്കെ, അതിന്റെ ഉത്തരം അത്യുഗ്രന്മാർ എന്നുള്ളതാണ്. മത്തായി 8 അധ്യായം അതിന്റെ 28 വാക്യത്തിലാണ് ഉത്തരമുള്ളത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 5 ഇതായിരുന്നു, 7 അക്ഷരമുള്ള ഒരു പദത്തിനകത്ത് ഒരു ഇംഗ്ലീഷ് വാക്കും നമ്മുടെ നാട്ടിലെ 2 സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും പേരും ബൈബിളിലെ 2 വ്യക്തികളുടെ പേരും കിട്ടും. ഏതാണ് ആ പദം എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഇതാണ്, മനോഹര രൂപിണി എന്നുള്ളതാണ് കേട്ടോ. അത് ബൈബിളിലുള്ള വ്യക്തികൾ മനോഹ, നോഹ. അതുപോലെ ഇംഗ്ലീഷ് വാക്ക് ഹണി എന്നുള്ളതാണ്. സ്ത്രീകൾ രമ, രമണി. പുരുഷൻ മണി. ഓക്കെ, അതുള്ളത് ഉൽപ്പത്തി 29 അധ്യായം അതിന്റെ 17 വാക്യത്തിലാണ് ആ ആൻസർ ഉള്ളത്. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ആൻസേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ കറക്റ്റായിട്ട് ഉത്തരം അറിയിച്ചവർക്ക് കൺഗ്രാറ്റുലേഷൻസ്. ഇനി നിങ്ങളിൽ ആരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. എനിവേ, ആര് തന്നെ ആയാലും അവർക്കും ഒരിക്കൽ കൂടെ കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളെ കാത്തൊത്തിരി സമ്മാനങ്ങൾ ഇരിപ്പുണ്ട്. അതുപോലെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനി ഒത്തിരി അവസരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ ഞാൻ ചോദ്യം അടുത്ത എപ്പിസോഡിൽ ചോദിക്കാൻ പോകുന്നത് ഉൽപ്പത്തി 33 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും മത്തായി എഴുതിയ സുവിശേഷം 9 അധ്യായത്തിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. അതുകൊണ്ട് ചോദ്യത്തിന് വേണ്ടി എത്രയും വേഗം ബൈബിളൊക്കെ വായിച്ച് റെഡി ആയിക്കോളൂ. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.